Good afternoon. Okay, ready ആയില്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? CSSD ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചായിരുന്നു അല്ലെ പറഞ്ഞത്? എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് പേജ് ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ. ഇനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആണെന്നത് അച്ചടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? CSSD നെ കുറിച്ചാണ്. CSSD എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് അവിടെ ചെയ്യുന്നത്? ഹോസ്പിറ്റലിലുള്ള പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ കളക്ട് ചെയ്ത് റിസീവ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് CSSD യിൽ നടക്കുന്നത്. എന്താണ്? അഞ്ജുവിന് പേജ് നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തേ. 30 ആട്ടോ, 5ാമത്തെ ചാപ്റ്റർ. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്? അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യാണ് അല്ലെ. എല്ലാ എക്യുപ്മെന്റ്സും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം അവിടെ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അതായത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് CSSD ചെയ്യുന്നത്. CSSDയുടെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നോക്കിയേ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യങ്ങൾ അല്ലെ. ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ. CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ് നോക്കി, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. സ്റ്റെറിലൈസ് ചെയ്ത അല്ലെ, സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. പല മെറ്റീരിയൽസും ഐറ്റംസും നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നു. അതല്ലേ മെയിൻ ഫങ്ഷൻ. എന്താ? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക അല്ലെ. അണുവിമുക്തമാക്കി എല്ലാ എക്യുപ്മെന്റ്സും മെറ്റീരിയൽസും സപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ് ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. ഇവിടെ എക്സാമിന് ചോദിക്കാം ഈ പോയിന്റ്സുകളിൽ എക്സാമിന് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് CSSD. അങ്ങനെ ചോദിക്കാം കേട്ടോ. CSSDയുടെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക. അത് കാണുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് CSSDയുടെ ഫംഗ്ഷൻസിൽ വരുന്നതാണോ എന്നുള്ളത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്താ? ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവം അതിനെ കുറയ്ക്കാനുള്ള സംഭാവന ചെയ്യുക. എങ്ങനെയാ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കുറയ്ക്കണേ? എല്ലാ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്ത ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവോ? എല്ലാരും പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അല്ലെ. അതാണ് അതിനുള്ള സംഭാവന ചെയ്യുക. എന്തിന്? റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അതിനെ കുറയ്ക്കുന്നതിനുള്ള സംഭാവന ചെയ്യുക. ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കുറയ്ക്കുക. ഓക്കെ, the third point നോക്കിയേ, to avoid duplication of expensive equipments. Expensive equipment എന്ന് പറഞ്ഞാൽ എന്താ? വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ്. അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ടിപ്പ് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയാ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കണേ? ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു എക്യുപ്മെന്റ് അല്ലെ, അതിപ്പോ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത ആൾക്ക് ഉപയോഗിക്കാൻ വേറെ വാങ്ങുക, പിന്നെ വേറെ ആൾക്ക് പിന്നെ വാങ്ങുക. അങ്ങനെ വരുമ്പോ അത് തന്നെ കുറയാവൂലേ? ഇതെന്താ? നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് അടുത്ത പേഷ്യന്റ് വീണ്ടും ഉപയോഗിക്കാം അല്ലെ. പിന്നെ അടുത്ത പേഷ്യന്റ് വന്നാലും അത് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ കുറെ എക്യുപ്മെന്റ്സ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആവോ? വേണ്ടല്ലോ. ആ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പ്. അതായത് കുറെ എക്യുപ്മെന്റ്സ് വാങ്ങുന്നത് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ ആ പോയിന്റ്? to avoid duplication of expensive equipment. എക്സ്പെൻസീവ് ആണ്, എപ്പോഴും നമുക്ക് മേടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യം മേടിക്കാം, നമ്മൾ അത് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം, പിന്നെ സ്റ്റെറിലൈസ് ചെയ്ത് അടുത്ത ആൾക്ക് ഉപയോഗിക്കാം, പിന്നെ സ്റ്റെറിലൈസ് ചെയ്ത് അടുത്ത ആൾക്ക് ഉപയോഗിക്കാം. അപ്പൊ വീണ്ടും വീണ്ടും ആ എക്യുപ്മെന്റ് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആണോ എല്ലാവർക്കും? തേർഡ് പോയിന്റ്, ടു അവോയ്ഡ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്.
അടുത്ത് നോക്കിയേ, ടു കീപ് ദ റെക്കോർഡ് ഓഫ് എഫിഷ്യൻസി ഓഫ് ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ക്ലീനിങ്ങിന്റെ ഡിസിൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താ, അണുനശീകരണം നടത്തുക അല്ലെ, ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ, ഇതിന്റെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്, ഇതിന്റെയൊക്കെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ, കാര്യക്ഷമത, അത് കീപ്പ് ചെയ്യുന്ന, അങ്ങനെ അത് കാണിക്കുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യാം. ക്ലീൻനെസിന്റെ, ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്, ഇതിന്റെയൊക്കെ എഫിഷ്യൻസി കാണിക്കുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ഓക്കെ, എഫിഷ്യൻസി കാര്യക്ഷമത, എഫിഷ്യൻസി, ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്, ഇതിന്റെയൊക്കെ എഫിഷ്യൻസി കാണിക്കുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത നോക്കി, ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾസ് നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. എന്താണ് ടു എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, പ്രദർശിപ്പിക്കുക, എക്സിബിറ്റ് പ്രദർശിപ്പിക്കുക, എക്സിബിറ്റ്. To exhibit and impose. തേർഡ് പോയിന്റില് എഫിഷ്യൻസി എന്നാട്ടോ, EFFICIENCY, എഫിഷ്യൻസി കാര്യക്ഷമത എന്നാട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്തോ, ടെക്സ്റ്റിൽ അങ്ങനെയാണോ കിടക്കണേ, EFFICIENCY, എഫിഷ്യൻസി. കറക്റ്റ് ചെയ്തോ? ഓക്കെ, എഫിഷ്യൻസി വെച്ച് കാര്യക്ഷമത. അപ്പൊ ഇതിന്റെയൊക്കെ ആ ഗുണനിലവാരം ഒക്കെ ഇല്ലേ, അതൊക്കെ കാണിക്കുന്ന റിപ്പോർട്ടുകൾ, അതൊക്കെ കാണിക്കുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ചെയ്തോ? ഓക്കെ, അടുത്ത് നോക്കിയേ, എന്താ പറഞ്ഞ, ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ദ ക്രോസ് ഇൻഫെക്ഷൻ. ടു എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, എക്സിബിറ്റ് പ്രദർശിപ്പിക്കുക, ആൻഡ് ഇമ്പോസ് എന്ന് പറഞ്ഞാൽ ചുമത്തുക. എന്താണ്, കൺട്രോൾസ് നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് എന്നുള്ള മീനിങ് ആട്ടോ, PREVENT, പ്രിവെന്റ്, തടയുക. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് പറയുന്നതാണ് കേട്ടോ. അവോയ്ഡിന് പകരം അവിടെ വെട്ടിത്തെറ്റണമെന്നില്ല, അവിടെ മുകളിൽ തന്നെ എഴുതി വെച്ചാൽ മതി, പ്രിവെന്റ് എന്നാണ് മീനിങ് കേട്ടോ. അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന്, പ്രിവെന്റ് ചെയ്യുക എന്നുള്ള മീനിങ് കേട്ടോ. പ്രിവെന്റ് നമുക്കറിയാവുന്ന വേർഡ്സ് അവിടെ എഴുതി വെച്ചോ, പ്രിവെന്റ്, PREVENT, പ്രിവെന്റ്, തടയുക. അതായത് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്ഫർ ഓഫ് മൈക്രോസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ പകരുന്നു, അതാണ്. അപ്പൊ അങ്ങനെ പടരാതിരിക്കാനുള്ള അല്ലെ എന്ത് ചെയ്യുക, നിയന്ത്രണങ്ങള്, നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള് പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങള് പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. Then ആറാമത്തെ പോയിന്റ് നോക്കിയേ, ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ, വിവര പട്ടികകള്, ഇൻവെന്ററി. ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. സപ്ലൈസ്, എക്യുപ്മെന്റ്സ്, ഇതിന്റെയൊക്കെ ഇൻവെന്ററി, വിവര പട്ടികകള് കീപ്പ് ചെയ്യുക. എത്രത്തോളം ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളുടെ എണ്ണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പട്ടിക, വിവര പട്ടികൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും അതൊക്കെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക.
Then last point എന്താ, to arrange a safe environment for the patients and the staff. എന്താണ്, പേഷ്യന്റിനും സ്റ്റാഫിനും ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക അല്ലെ. എല്ലാം നമുക്ക് ഫ്രീ അല്ലേ, ഇപ്പൊ ഫ്രീ അല്ലേ, എല്ലാ എക്യുപ്മെന്റ്സും എല്ലാവരും സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിയുമ്പോ ഒരു നല്ലൊരു അന്തരീക്ഷം അല്ലെ, ഒരു സേഫ് ആയിട്ടുള്ള, നമുക്ക് പിന്നെ പേടിക്കണ്ട അല്ലെ, അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടാമിനേഷൻ ആവുമോന്ന് ഒന്നും പേടിക്കണ്ട. അതാണ് ഒരു to arrange a safe environment for the patients and the staff. പേഷ്യൻസിനും സ്റ്റാഫിനും നല്ലൊരു അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക. ക്ലിയർ ആയോ പോയിന്റ്സുകള്? എല്ലാ ലാസ്റ്റ് പോയിന്റ്, അതായത് എന്താ, പേഷ്യൻസിനും സ്റ്റാഫിനും നല്ലൊരു അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാരും സ്റ്റെറിലൈസ് ചെയ്തല്ലേ, അപ്പൊ പിന്നെ എന്താ, നമുക്ക് പേടിക്കണ്ട ഇനി കണ്ടാമിനേഷൻ ആവോ ഇൻഫെക്ഷൻ ആവോ എന്ന് പേടിക്കണ്ട. അതാണ് ഈ CSST ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, ഒരു നല്ലൊരു അന്തരീക്ഷം പേഷ്യന്റിനും സ്റ്റാഫിനും നല്ലൊരു അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക. എന്താണ് രണ്ടാമത്തെ പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറയ്ക്കുന്നതിന് സംഭാവന ചെയ്യുക അല്ലെ. CSST ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ കുറയ്ക്കാനുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത് അല്ലെ. അതല്ലേ, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയല്ലേ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുന്നത്. അതാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തെ, ആ സംഭവം ആ ഒരു ഇൻസിഡന്റ് അതിനെ കുറയ്ക്കുന്നതിനുള്ള സംഭാവന ചെയ്യുക. എല്ലാവരും പോയിന്റ്സ് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡിസൈനിങ് ഓഫ് എ CSST ഡിസൈൻ ആട്ടോ. ഡിസൈനിങ് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കണേ നോക്കിയേ. സൈസ് ആൻഡ് ദി ലൊക്കേഷൻ ഓഫ് CSST differs according to the hospital management. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതായത് ഇത്ര സൈസ് വേണം, ഇത്ര ഇത് വേണം, ഈ ലൊക്കേഷൻ, ഇതൊക്കെ എന്താ വ്യത്യാസപ്പെടുന്ന എന്തനുസരിച്ച്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച്. വലിയ മാനേജ്മെന്റ് ആണ്, വലിയ ഹോസ്പിറ്റലാണ്, അവിടുത്തെ മാനേജ്മെന്റ് വലിയ ഇതുള്ളതാണെങ്കിൽ അതനുസരിച്ച് CSST എക്സ്പാൻഡ് ചെയ്യാം, CSSTയുടെ വലുപ്പം കൂടാം. എന്നാൽ ചെറിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചെറുതാണെങ്കിൽ അതനുസരിച്ച് ചെറിയ രീതിയിൽ മതി. അതാണ്, ഒരു പ്രത്യേക വലുപ്പം വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. Size and location of CSST differs according to dash. എന്തനുസരിച്ചാ, hospital management. It should be located as near as possible to operation theater-നോട് സാധ്യമായ രീതിയിൽ അടുത്തായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. പിന്നെയോ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ആൻഡ് വാർഡ്സ്. 3 കാര്യങ്ങളാണ്, അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അതായത് CSST ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ അടുത്തായിരിക്കണം, ഏറ്റവും സാധ്യമായ രീതിയിൽ ഓപ്പറേഷൻ തിയേറ്ററിനോട് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വാർഡുകളുടെ അടുത്തായിരിക്കണം. എന്താ അങ്ങനെ പറയാൻ കാര്യം, ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തായിരിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല എക്യുപ്മെന്റ്സ് അല്ലെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി അവിടെയും ഇതൊക്കെ വേണ്ടി വരുന്നതാണ് അല്ലെ. എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് വേണ്ടി വരുന്ന ഏരിയകളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. CSST department should be located near as possible to dash. ഏതിനോടൊക്കെയാ, ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. The CSST layout should be designed in a unidirectional flow. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്, അതും അണ്ടർലൈൻ ചെയ്തേ. It's a unidirectional flow. Unidirectional എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ പോകുള്ളൂ. അതായത് നമ്മള് ഇവിടെ നിൽക്ക ഏരിയാസ് പഠിക്കാണ്ട്, ഫങ്ഷണൽ ഏരിയ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതായത് നമ്മൾ കൊടുക്കുന്നത് ഒരു വിൻഡോയിൽ കൂടിയാണ്. CSSTയിലേക്ക് എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ അവർ റിസീവ് ചെയ്യുന്നത് ഒരു വിൻഡോ. എന്നിട്ട് അതിനുശേഷം പല ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറെ സ്ഥലമാണ്. മനസ്സിലായോ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറെ സ്ഥലമാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഓപ്പണിങ്, ആ വിൻഡോയിൽ കൂടെ തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് തരൂല. അത് ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രം പോകും. നമ്മൾ കൊടുക്കുന്നത് ആ വഴി അങ്ങനെ വേറെ വഴിക്കേക്കൂടെ പോകും. മനസ്സിലായോ? അതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. തിരിച്ചു വരൂല, തിരിച്ച് അതിൽ കൂടെ തന്നെ തരൂല. അതായത് നമ്മൾ കൊടുക്കുന്ന ഏരിയയിൽ കൂടെ ഒരിക്കലും സ്റ്റെറിലൈസ് ചെയ്തത് തിരിച്ച് അതിൽ കൂടെ തരില്ല. അതായത് റിസീവ് ചെയ്യുന്നത് വേറെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒക്കെ വേറെ ഏരിയ ആണ്. ക്ലിയർ ആയോ ആ പോയിന്റ്? ലേഔട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്? യൂണി ഡയറക്ഷണൽ ഫ്ലോ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഫ്ലോ ഉള്ളൂ.
നെക്സ്റ്റ് സെന്റൻസ് നോക്കി, ഈ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്, ഇനി ഒന്നിലധികം നിലകളിലുള്ള ബിൽഡിംഗ് ആണെങ്കിലോ CSSD മേ ബി ഫോം ഇൻ എ ലോവർ ഫ്ലോർ. എവിടെ ആയിരിക്കണം? ലോവർ ഫ്ലോർ, റൈറ്റ് അണ്ടർ ദ OT. റൈറ്റ് തന്നെയാണോ ടെക്സ്റ്റിൽ? ഒന്ന് നോക്കിയേ, RIGHT തന്നെയാണ് സ്പെല്ലിംഗ് എടുക്കണേ. റൈറ്റ് അണ്ടർ ദ OT. നൈറ്റ് എന്നാണ് അല്ലെ, ചില ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ട്. അത് എന്താണ്? റൈറ്റ് എന്നാക്കാം കേട്ടോ. RIGHT. ഒരു കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് ഇടയ്ക്ക് കാണുന്നുണ്ട് ടെക്സ്റ്റില്, അത് ഞാൻ അപ്പൊ പറഞ്ഞു തരും. നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, റൈറ്റ്, RIGHT. അപ്പൊ ഇനി ഒന്നിലധികം നിലകളാണെങ്കിലോ എങ്ങനെയായിരിക്കണം? എവിടെ ആയിരിക്കണം അത്? എങ്ങനെയായിരിക്കണം? അതായത് നോക്കിയേ, എന്താ പറഞ്ഞത്? ഇൻ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് CSSD ഫോംഡ് ഇൻ ലോവർ ഫ്ലോർ. എന്താണ്? ലോവർ ഫ്ലോർ, താഴെ ആയിരിക്കണം. ഏതിന്? റൈറ്റ് അണ്ടർ ദ OT. ഓപ്പറേഷൻ തിയേറ്ററിന് റൈറ്റ്, നേരെ തൊട്ട് താഴെ ആയിരിക്കണം. എന്തുകൊണ്ടാ? എന്താ അങ്ങനെ പറയണ്ടേ? ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ വേറെ ബിൽഡിങ്ങിൽ CSSD ആണെങ്കിലോ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ? ഇത് നേരെ താഴെയാണെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകാലോ. വേറെ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി സ്വിഫ്റ്റ് പോസിബിൾ മൂവ്മെന്റ് ഓഫ് ദ മെറ്റീരിയൽ. എന്തിനു വേണ്ടിയിട്ട്? പെർപെൻഡിക്കുലർ മൂവ്മെന്റ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയാൽ പോരെ. ഇതും നോക്കാം, ഇതിപ്പോ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും അല്ലെ. ഇതിപ്പോ ഓപ്പറേഷൻ തിയേറ്റർ താഴെ, ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെയാണ് CSSD ലിഫ്റ്റിൽ കൂടെ പെട്ടെന്ന് എത്തിക്കാൻ പാടില്ലേ? നേരെ, അതാണ് പെർപെൻഡിക്കുലർ മൂവ്മെന്റ്. അതിന് വേണ്ടിയിട്ടാണ് സാധ്യത പെട്ടെന്ന് എത്തിക്കണം. അതാണ് അതിന് വേണ്ടിയിട്ട് ഒന്നിലധികം നിലകളിലാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കണം ഏത്? CSSD ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയില്ലേ? അല്ലെങ്കിലോ ഒരു നിലയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, വാർഡ് ഇതിനോടൊക്കെ ഏറ്റവും സാധ്യമായ രീതിയിൽ അടുത്തായിരിക്കണം. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിൽ CSSD എങ്ങനെയായിരിക്കണം? ലോവർ ഫ്ലോർ, റൈറ്റ് അണ്ടർ ദ OT. ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞാൽ വേർ ദ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി സ്വിഫ്റ്റ് പോസിബിൾ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. ഇനി നോക്കിയേ, ജനറൽ ഡിസൈൻ കോൺസെപ്റ്റ്. ഡിസൈൻ ചെയ്തേക്ക് നോക്കിയേ, 3 സെക്ഷൻ ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. കണ്ടോ? ജനറൽ CSSD ഡിസൈൻ. CSSDയുടെ ഡിസൈൻ എങ്ങനെയാ? 3 ഇതാക്കിയാ തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് ആണ് സോയിൽഡ് സോൺ. സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാൽ മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വെക്കുന്നത് ആ സോണാണ്. ഉപയോഗിച്ച സാധനങ്ങള് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വെക്കുന്നതാണ് സോയിൽഡ് സോൺ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അത് ക്ലീൻ സോണിലേക്ക് ആക്കും. ക്ലീൻ സോണിൽ നിന്ന് സ്റ്റെറൈൽ സോണിലേക്ക്. അപ്പൊ 3 സോണുകളാട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോ പേര്. സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. ക്ലിയർ ആയോ? ഇനി നോക്കി, അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? ബാരിയേഴ്സ്. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സമുണ്ട്. 3 സോണുകളുടെയും ഇടയില് ബാരിയർ കണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റില് ഇടയ്ക്ക് എഴുതി വെച്ചേക്കുന്നത് എന്താ? ബാരിയേഴ്സ് എന്നാണ്. അത് തടസ്സമുണ്ട്. എന്തിനാ? അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതെ, മെറ്റീരിയൽസ് മിക്സ്ഡ് ആവാതെയാണ്. സോയിൽഡ് സോണും ക്ലീൻ സോണും ചേർന്നിരുന്ന വീണ്ടും നമ്മൾ എന്താ പറയാ, മലിനമായതും ക്ലീൻ ചെയ്തതും ഒരുമിച്ചിരുന്ന വീണ്ടും അതിലേക്ക് കണ്ടാമിനേഷൻ ആവാൻ സാധ്യതയില്ലേ? അപ്പൊ അതുകൊണ്ട് എന്തുണ്ട്? അതിന്റെ ഇടയില് എന്തുണ്ട്? ബാരിയർ ഉണ്ട്, ഓരോ തടസ്സങ്ങളുണ്ട്. എന്താ? ഇത്രയുള്ള കാര്യം. ആ 3 സോണുകളും തമ്മിൽ മിക്സ് ആവാൻ പാടില്ല, കൂട്ടി യോജിക്കാൻ പാടില്ല. അതുകൊണ്ട് ഓരോ സോണുകളുടെ ഇടയിൽ ബാരിയേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഒന്ന് നോക്കിയേ, ദ മെറ്റീരിയൽ ഓർ പ്ലാനിങ് ആട്ടോ, പ്ലാനിങ് ഓഫ് CSSD. ദ മെറ്റീരിയൽ ഓർ ഐറ്റംസ് ഫ്രം പെയിന്റ് ഓർ കണ്ടാമിനേറ്റഡ്. പെയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് തന്നെയാ. അറിയില്ലാത്തവർ അവിടെ ഒന്ന് എഴുതി വെച്ചോ, കണ്ടാമിനേറ്റഡ് മലിനമായ. പെയിന്റ് ഓർ കണ്ടാമിനേറ്റഡ് മലിനമായ. ഓക്കെ, the material or item from paint and contaminated and germ-free area should not get mixed. അത് മിക്സ് ആവാൻ പാടില്ല. മിക്സ്ഡ് എന്നാണോ നോക്കിയ ടെക്സ്റ്റില്? MIXED. അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്തേ, മിക്സ്ഡ് ആണ് കേട്ടോ. മിക്സ്ഡ്. അതാണ് ഞാൻ അങ്ങനെ കുഞ്ഞുതൊക്കെ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. മിക്സ്ഡ് എന്നാണ്, MIXED. മിക്സ്ഡ് ആവാൻ പാടില്ല. ഏതൊക്കെ ഏരിയ? പെയിന്റ് ഏരിയയും ജെയിം ഫ്രീ ഏരിയയും പരസ്പരം മിക്സ് ചെയ്യാൻ പാടില്ല, കൂടിക്കലറാൻ പാടില്ല. അപ്പൊ അത് അങ്ങനെ മിക്സ് ആവാതിരിക്കാൻ എന്തുണ്ട് അവിടെ? ഒരു ഫിസിക്കൽ ഫെൻസിങ്.
അതായത് ബാരിയർ എന്ന് തന്നെയാട്ടോ ഫിസിക്കൽ ബാലൻസിങ് എന്ന് പറയുന്നത്. ബാരിയർ തടസ്സം ഉണ്ട് അതിന്റെ ഇടയിൽ ബിറ്റ്വീൻ ഏതിന്റെ ഇടയിലൊക്കെ സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഈ 3 സോണുകളുടെയും ഇടയിൽ ഒരു ഫിസിക്കൽ ഫെൻസിങ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഈസ് റെഡ്യൂസ്ഡ്. എന്തിനു വേണ്ടിയാ അങ്ങനെ ഒരു ബാരിയർ വെച്ചേക്കണേ? സോ ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ പറഞ്ഞില്ലേ, സ്പ്രെഡ് ചെയ്യുന്നത് 1 person to another, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്, അതാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. സ്പ്രെഡ് ഫ്രം 1 person to another അല്ലെ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം, അതാണ് ക്രോസ് ഇൻഫെക്ഷൻ. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ക്രോസ് ഇൻഫെക്ഷൻ, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പൊ അങ്ങനെ മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യുന്ന ആ റിസ്ക് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി, കണ്ടോ, ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ ഇൻഫെക്ഷൻ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ 3 സോണുകളുടെയും ഇടയിൽ ബാരിയേഴ്സ് വെച്ചിരിക്കുന്നത്. ഇനി ഫ്ലോർ എങ്ങനെയായിരിക്കണം? ദ ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത് ആയിരിക്കണം. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ സ്കിഡ് തെന്നിപ്പോകാത്തത് ആൻഡ് പവർഫുൾ ആയിരിക്കണം. തെന്നിപ്പോകാത്തത്, സ്മൂത്ത്, പവർഫുൾ, എന്നാൽ നല്ല ബലമുള്ളതും ആയിരിക്കണം ഫ്ലോർ. അവിടെ ഓരോ മെഷീൻസ് ഒക്കെ വെക്കാനുള്ളതാണ്, സ്റ്റെറിലൈസ് ചെയ്യാനുള്ള മെഷീൻസ് ഒക്കെ വെക്കണം. അപ്പൊ അതുകൊണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കണം, എന്നാൽ തെന്നിപ്പോകാൻ പാടില്ല, പക്ഷെ പവർഫുള്ളും ആയിരിക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. സ്മൂത്ത്, നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ. ദ ക്ലീൻ ഏരിയ ഷുഡ് ബി സസ്റ്റൈൻഡ് ബൈ അറ്റ് എ പോസിറ്റീവ് പ്രഷർ. ആ ക്ലീൻ ഏരിയയിൽ എപ്പോഴും ഒരു പോസിറ്റീവ് പ്രഷർ നിലനിർത്തണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പോസിറ്റീവ് പ്രഷർ നിലനിർത്തണം എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും എന്താ, ജെം ഫ്രീ ആയിരിക്കണം. ഉണ്ടോ? എപ്പോഴും ഒരു പോസിറ്റീവ് പ്രഷർ, ഒരു നല്ലൊരു ജെം ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ നിലനിർത്തണം. ദ ഏരിയ ഓഫ് വർക്ക് ഷുഡ് ബി മെയ്ഡ് ഓഫ്. ഇനി എന്തുകൊണ്ട് മെയ്ഡ് ചെയ്യാം, ഉണ്ടാക്കാം ഏരിയ? മാർബിൾ ഓർ ഗ്രാനൈറ്റ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. ഏരിയ ഓഫ് വർക്ക് ഏരിയനെ നമുക്ക് ഉണ്ടാക്കുന്നത് മാർബിൾ കൊണ്ടോ ഗ്രാനൈറ്റ് കൊണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടൊക്കെ നിർമ്മിക്കാം. ദ സ്റ്റെറിലൈസേഷൻ മസ്റ്റ് ബി അറേഞ്ച്ഡ് ഫോർ ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം. അത് ഡീറ്റെയിൽ അടുത്ത 2 പേജ് ആയിരിക്കും അവിടെ ഉണ്ട് കേട്ടോ. The sterilization must be arranged. സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ്? ഏരിയ കൂടിയ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഓട്ടോക്ലേവിംഗ്, അത് പഠിക്കാനുണ്ട്. ഓട്ടോക്ലേവ് പഠിക്കാനുണ്ട്, നമുക്ക് അന്നേരം പറയാം. ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്താ, പല ടൈപ്പ് ഓട്ടോക്ലേവ് ഉണ്ട്. സിമ്പിൾ സാധാരണയുള്ള ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് സിമ്പിൾ ഒരു കുക്കർ പോലെ ഇരിക്കുന്നതാ, വേറെ ഒന്നുമില്ല. അതിന്റെ ഉപയോഗം എന്താ? സ്റ്റെറിലൈസേഷൻ ചെയ്യുക. അതിന്റെ ഉള്ളിലേക്ക് എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമ്മള് സ്റ്റീമാണ് അവിടെ, കണ്ടോ, സ്റ്റീം, നീരാവിയില് അല്ലേ, നീരാവി ഇങ്ങനെ വന്ന് സ്റ്റീം വന്ന വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഓട്ടോക്ലേവ്. അങ്ങനെ ആകാം സ്റ്റെറിലൈസേഷൻ, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആകാം. അല്ലെങ്കിൽ എന്ത് വഴി സ്റ്റെറിലൈസ് ചെയ്യാം? ഗ്യാസ് വഴി. അപ്പൊ എങ്ങനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാം? ഒന്നില്ലെങ്കിൽ സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് വഴി സ്റ്റെറിലൈസ് ചെയ്യാം. അതും പഠിക്കാണ്ട്, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ പഠിക്കാണ്ട്. അതായത് ചില ഈ എക്യുപ്മെന്റ്സുകളൊക്കെ ഇല്ല, നമ്മുടെ കത്തീറ്റർ, എൻഡോസ്കോപ്പ്, ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഇല്ലേ, അത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ട്യൂബ് സാധനങ്ങളൊക്കെ സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഉരുകി പോകില്ലേ അതൊക്കെ അല്ലേ? അത് ഉരുകിപ്പോവും സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാല്. അല്ലാതെ നമുക്ക് മറ്റുള്ള സംഭവങ്ങളൊക്കെയാണ് സ്റ്റീൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് ഏത് വഴിയാ? ഗ്യാസ് ആണ്. അവിടെ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. അപ്പൊ സ്റ്റെറിലൈസേഷൻ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഓട്ടോക്ലേവിലൂടെ, ബൈ സ്റ്റീം വഴി ഓട്ടോക്ലേവ് മൂലം സ്റ്റെറിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്താം. ഇനി അടുത്തത് വർക്ക് ഫ്ലോ ആണ് കേട്ടോ. ഇത് ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കണം. എന്താ വെച്ചാ ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് മിസ്സാക്കി തരാം, ഏതെങ്കിലും ഡാഷ് ഇട്ടിട്ടേ അങ്ങനെ വേണേ തരാം. അതിന്റെ ഓർഡർ ഒന്ന് നോക്കി വെച്ചാൽ മതി. ബൈഹാർട്ട് ചെയ്യണ്ട, ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. വർക്ക് ഫ്ലോ ആണ്, CSSTയുടെ വർക്ക് ഫ്ലോ ആണ്. ആദ്യം തന്നെ എന്താ ചെയ്യുന്നേ? ഐറ്റംസ് റിസീവ് ചെയ്യുന്നു അല്ലെ, റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. വാങ്ങുന്നു, റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്തത് റിൻസിങ്. റിൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? RINSING, റിൻസിങ്. റിൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കുലുക്കി കളയാം. നമ്മള് റിൻസ് ചെയ്യാറില്ലേ? കുപ്പിയൊക്കെ കുലുക്കി കളയാറില്ലേ അല്ലേ?
അല്ലെ? ഒന്ന് അതിനെ എന്ത് ചെയ്യുന്നു? കുലുക്കി കഴുകി കളയും, അല്ലെങ്കിൽ കുലുക്കണോ, അല്ലെ? അതാണ് റിൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഐറ്റംസ് റിസീവ് ചെയ്യും, എന്നിട്ട് അടുത്തത് റിൻസ് ചെയ്യും, അതായത് കഴുകും വെറുതെ. ദെൻ മൂന്നാമത്തെ എന്താണ്? ക്ലീനിങ് ചെയ്യും. അതൊന്ന് ക്ലീൻ ചെയ്യും, ബ്രഷോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട്, സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ക്ലീൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഡ്രൈയിങ്, എന്നിട്ട് ഉണക്കാൻ വെക്കും. ഡ്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൽ എന്തെങ്കിലും എന്തെങ്കിലും മൂർച്ച പോയതുണ്ടോ, വളഞ്ഞു പോയതുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യും. ആ എക്യുപ്മെന്റ്സുകൾ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ട്രേ അസംബ്ലിങ്, കണ്ടോ? ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ് ഒരുമിച്ച് കൊടുത്തേക്കണേ. ആ ഓക്കെ, എന്ത് ചെയ്യുന്നു? ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ്. ചെക്ക് ചെയ്യും, ആ എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് ട്രേയില് അസംബ്ലി ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷൻ ചെയ്യും. ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്റ്റെറിലൈസേഷൻ ചെയ്യും. എന്നിട്ട് ലേബലിംഗ് ചെയ്യും. അതായത് എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ്, അല്ലെ? അതിന്റെ എക്സ്പയറി, എത്ര നാളത്തേക്ക് അത് ഉപയോഗിക്കാം, അല്ലെ? അതിന്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ആ എക്സ്പയറി ഡേറ്റ്, സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ്, ഇതൊക്കെ ലേബിൾ ചെയ്യാം. എന്നിട്ട് അത് അവിടെ സ്റ്റോർ ചെയ്യും. താൽക്കാലികമായിട്ട് CSSD തന്നെ അവിടുത്തെ ഫ്ലോറിൽ തന്നെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അത് ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയേ ഉള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ആ ഓർഡർ ഒന്ന് നോക്കി വെച്ചാൽ മതി. റിസീറ്റ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, checking and tray assembly, then sterilization, labeling, storage, issue and distribution. Clear ആയോ workflow? ഓക്കെ, ഇത് ജസ്റ്റ് അതിന്റെ ഓർഡർ ഒന്ന് നോക്കിയാൽ മതി. നമ്മളിത് ഇവിടെ ഒരാൾ ഇവിടെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, വാഷിംഗ് മെഷീൻ പോലെയെന്ന്. വാഷിംഗ് മെഷീനിലെ പോലെയെന്ന്. നമ്മളത് ഏതാണോ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളത് റോൾ ചെയ്യാം കേട്ടോ. ഒന്ന് റിൻസ് ചെയ്യും, അതുകൊണ്ട് ആദ്യം റിസീവ് ചെയ്യും, വാഷിംഗ് മെഷീനിലേക്ക് തൂക്കിയിട്ടും റിൻസ് ചെയ്യും, ക്ലീൻ ചെയ്യും, ഉണങ്ങാൻ ട്രൈ ചെയ്യും. അത്രയും ശരിയാണ്, അല്ലെ? ട്രൈ ചെയ്യും വരും. അത് നിങ്ങൾ ആ ഒരു ഓർഡർ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി അടുത്തതാണ് ഓർഗാനോഗ്രാം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെച്ചോ. ഇതിനകത്തുനിന്ന് ചോദിക്കും എക്സാമിന്. എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു CSSD? CSSDയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ഓർഗാനോഗ്രാം ഏതാണ്? ഫ്ലോ ചാർട്ട് പോലെയൊക്കെ നമ്മൾ പഠിക്കൂലേ, അതുപോലെ നിങ്ങൾ കറക്റ്റ് ഇതിന്റെയും വേറെ ഡീറ്റെയിൽ ഒന്നും വേണ്ട. നമ്മൾ അതിന്റെ ഓർഡർ അവർ മാറ്റി തരും, ഓർഡർ തെറ്റിച്ചു തരും. ആ കറക്റ്റ് ഓർഡർ പഠിക്കാം. എന്താണ് ഈ ഓർഗാനോഗ്രാം എന്ന് പറയണേ? ഓർഗാനോഗ്രാം എന്താണ്? ഇത് ഒരു ഡയഗ്രമാണ്. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞൊരു ഡയഗ്രമാണ്. എന്ത് കാണിക്കുകയാണ്? ആ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, അവിടുത്തെ ആളുകളുടെ റിലേഷൻഷിപ്പ് കണ്ടോ? ഡിഫറെന്റ് പീപ്പിൾ, ഡിപ്പാർട്ട്മെന്റ്, ആളുകൾ തമ്മിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തമ്മിലോ ഒക്കെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ശരിക്കും ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. A diagram shows that the structure of an organization and the relationship between the different people, department and jobs at a different level of work in that organization. ആ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മില്, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മില്, അല്ലെങ്കിൽ അവിടുത്തെ ജോബുകള്, ഓരോ പൊസിഷൻ ജോബുകൾ തമ്മില്, അതൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡയഗ്രാം. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങള്, അതിലൊക്കെ തമ്മിലുള്ള പരസ്പരം ബന്ധം കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അതിന് നോക്കിയ ഓർഗാനോഗ്രാമിന്റെ കറക്റ്റ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് CSSD ഇൻചാർജ് ഓർ മാനേജർ ആണ്. ആരാണ്? CSSD ഇൻചാർജ് എന്ന് പറഞ്ഞ ആർക്കാ ഇൻചാർജ്? ആരാ? മാനേജർ. അപ്പൊ ഏറ്റവും ടോപ്പിൽ ഓർഗാനോഗ്രാമിന്റെ ഏറ്റവും ടോപ്പിൽ ആരാ നിൽക്കണേ? മാനേജർ. ആരാണ്? മാനേജർ. തൊട്ട് താഴെ ആരാണ്? CSSD ടെക്നീഷ്യൻ. മാനേജറിന്റെ താഴെ ആരാ? CSSD ടെക്നീഷ്യന്മാരുണ്ട്. അതിന്റെ താഴെ CSSD അസിസ്റ്റന്റുമാരുണ്ട്. CSSD അസിസ്റ്റന്റ്. തൊട്ട് താഴെ നോക്കിയേ, ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. അങ്ങനെ തന്നെയാണോ നോക്കിയ ടെക്സ്റ്റ് തന്നത്? കീപ്പർ, KEEPER, കീപ്പർ. ഇറർ ആണ് ടെക്സ്റ്റില്, അതാണ് സ്പെല്ലിങ് തെറ്റുണ്ട്. അത് കീപ്പർ എന്നാട്ടോ, PER ആണ്. സ്റ്റോർ കീപ്പർ, ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർമാരുണ്ട്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്.
പിന്നെ ആരാ ഉള്ളത്? ലാസ്റ്റ് ആരാ നിങ്ങളെ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഹൗസ് കീപ്പിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിന് ഹൗസ് കീപ്പിംഗ് പഠിക്കാനുണ്ട്. ക്ലീനിങ് കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്ന ഹോസ്പിറ്റലിലെ ആ ഒരു സെക്ഷനാണ്, ഒരു സർവീസാണ്, ഒരു സപ്പോർട്ടീവ് സർവീസാണ് ഇത് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ട്. അപ്പൊ അത്രയാണ് ഓർഗാനോഗ്രാമിൽ വരുന്നത്. നിങ്ങൾ ആ ഓർഡറെ നിങ്ങളൊന്ന് എന്താ പറയാ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. മാനേജർ, CSST ടെക്നീഷ്യൻ, CSST അസിസ്റ്റന്റ്, ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ക്ലിയർ ആയോ നോക്കി ഓർഗാനോഗ്രാം? അങ്ങനെ അല്ലേ, വേറെ ഒന്നുമില്ല. അതിന്റെ ഓർഡർ തരും. ഇപ്പൊ അതിന്റെ ഓർഡർ ഇങ്ങനെ തെറ്റിച്ചു തരാം. മാനേജർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ CSST അസിസ്റ്റന്റ് തരാം, എന്നിട്ട് വേണമെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തരാം. അതെന്റെ ഓർഡർ. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്രയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താ വാട്ട് ഈസ് ഓർഗാനോഗ്രാം എന്നൊന്നും എക്സാമിന് ചോദിക്കൂല, നിങ്ങൾക്ക് അറിയാലോ, ഡെഫിനേഷൻ ഒന്നും ഇല്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലോ അല്ലെങ്കിൽ അവരുടെ ജോലികൾ തമ്മിലോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ ഒക്കെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡയഗ്രാം. അത്രേ ഉള്ളൂ. ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഓർഗാനോഗ്രാം. കണ്ടോ, ഇതൊരു ഡയഗ്രാം പോലെ, നമ്മൾ ഫ്ലോ ചാർട്ട് പോലെയല്ലേ. ഏറ്റവും മുകളിൽ മാനേജർ, ഒരു ആരോ മാർക്ക് താഴേക്ക്, അവിടെ CSST ടെക്നീഷ്യൻ, അതിന്റെ താഴെ CSST അസിസ്റ്റന്റ്, ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഏറ്റവും താഴെയാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എന്നത്. ഇനി അടുത്തത് ഫങ്ഷണൽ ഏരിയ ആണ്. CSST ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ, ഫങ്ഷണൽ ഏരിയനെ നമുക്ക് 6 ആക്കിയ തിരിച്ചേക്കുന്നത്. ചോദിക്കാട്ടോ, CSSTന്റെ ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷണൽ ഏരിയ ക്യാൻ ബി ഡിവൈഡ് ഇൻടു 6. 6 ആക്കി. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻ CSST ഫങ്ഷണൽ ഏരിയ എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട്? എത്രയാക്കി തിരിച്ചേക്കണേ? ഡിവൈഡ് ഇൻടു 6. 6 ഏരിയകൾ. ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇന്ന് തന്നെ പഠിച്ചു വെക്കാത്. എന്താന്ന് വെച്ചാലേ അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൽ കിടക്കുന്നത്. 6 ഏരിയ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഓരോന്നും കഴിഞ്ഞിട്ട് അടുത്തത് ഏതാന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ തന്നെ ക്വസ്റ്റ്യൻ അവിടെ കിടക്കണേ. ആഫ്റ്റർ റിസീവിംഗ് ഏരിയ കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലീനിങ് ഏരിയ ആണ്. അത് അങ്ങനെ തന്നെ ഓർഡർ പഠിക്കണം കേട്ടോ. 6 ഏരിയാസ് കറക്റ്റ് ആക്കി വെക്കുക. ആദ്യം ഏതാണ്? റിസീവ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകള് റിസീവ് ചെയ്യുന്ന ഏരിയ ആണ് ആദ്യത്തെ. ഏതാണ് ആദ്യത്തെ ഫങ്ഷണൽ ഏരിയ? റിസീവിംഗ് ഏരിയ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ക്ലീൻ ചെയ്യും. അത് എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ക്ലീനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അത് പാക്ക് ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? പാക്ക് ചെയ്യും. അപ്പൊ പാക്ക് ചെയ്യാനുള്ള ഒരു പാക്കിംഗ് ഏരിയ ഉണ്ട്. പാക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷൻ ചെയ്യും. പാക്ക് ചെയ്തതിന് ശേഷം സ്റ്റെറിലൈസേഷൻ. മാറിപ്പോരുത് കേട്ടോ, ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. അതിന് ഓരോ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ ഏരിയ മാത്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇത് ഓരോ ഏരിയ പറയുമ്പോഴും ഞാൻ ക്ലിയർ ആക്കി തരാം. അണ്ട് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകും. സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് CSSTയിൽ താൽക്കാലികമായി സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട്, സ്റ്റോറേജ് ഏരിയ ഉണ്ട്. എന്നിട്ട് എന്താണ് ലാസ്റ്റ്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. 6 ഏരിയ കിട്ടിയോ? ഏതൊക്കെയാ? 6 ഏരിയാസ്. റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ക്ലീൻ ചെയ്യും, പാക്ക് ചെയ്യും, സ്റ്റെറിലൈസേഷൻ ചെയ്യും, സ്റ്റോർ ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ക്ലിയർ ആക്കി വെച്ചോ എല്ലാവരും? ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നോട്ടോ എക്സാമിന്. ഇതിന് ഏതെങ്കിലും ഓർമ്മ ഉണ്ടാവും. ഉറപ്പായിട്ടും എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഫസ്റ്റ് നോക്കി. അപ്പൊ ആദ്യത്തെ ഏത് ഏരിയ ആണ്? റിസീവിംഗ് ഏരിയ ആണ് കേട്ടോ. റിസീവിംഗ് ഏരിയ എല്ലാവരും ഒന്ന് മനസ്സിൽ പറയണം കേട്ടോ. 6 ഏരിയകളും: റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ആദ്യമാണ് ഫസ്റ്റ് ഏരിയ ആണ് റിസീവിംഗ് ഏരിയയിൽ. അപ്പൊ നമ്മൾ എന്താണ് നോക്കിയ? ഐറ്റംസ് യൂസ്ഡ് ഫ്രം സെവറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആർ ട്രാൻസ്ഫർഡ് ടു CSST ഫോർ. എന്തിനു വേണ്ടിയിട്ടാ CSSTയിലേക്ക് വരുന്ന? ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ്. പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ്. ഐറ്റം എന്ന് പറഞ്ഞാൽ സിസർ ആവാം, അല്ലെ, എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ, മെറ്റീരിയൽസ് ആവാം, അല്ലെ, അങ്ങനെ പല ഇതുണ്ട്. എന്താണെങ്കിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിക്കുന്ന ഐറ്റംസ് ഹോസ്പിറ്റലിലെ CSSTയിലേക്ക് വരും. എന്തിനു വേണ്ടിയാണ് വരുന്നത്? ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തിനാ കൊണ്ടുവരുന്നത്? ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ക്ലീൻ ചെയ്യാനും അത് സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടി. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഉപയോഗിച്ച ഐറ്റംസ് CSSTയിലേക്ക് ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനും വേണ്ടി വരും. പ്രിഫറബിളി നോക്കിയ അനുയോജ്യമായ the items
which get stained with the blood or body fluid should be decontaminated with the sodium hypochlorite solution. Underline chedo adu sodium hypochlorite solution. Sodium hypochlorite solution. അപ്പോ അവിടെ എന്താ ചെയ്യുന്നത് നോക്കിയേ, the items which get stained എന്ന് പറഞ്ഞാൽ മലിനമാവുക എന്നുള്ളത് കേട്ടോ. അതായത് നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ്. അതിൽ എന്തുണ്ടാകാം? ബ്ലഡ് ഉണ്ടാവില്ലേ? സർജറി ഒക്കെ ചെയ്യുമ്പോൾ സിസ്റ്ററിലൊക്കെ കുറച്ച് ബ്ലഡ് ഒക്കെ പറ്റി പിടിക്കൂലേ അല്ലെ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പറ്റാം. അപ്പൊ അങ്ങനെയുള്ളത്, അപ്പൊ അതായത് ഇങ്ങനെ അങ്ങനെ ഈ ബ്ലഡോ ബോഡി ഫ്ലൂയിഡോ ഒക്കെ മൂലം മലിനമായിട്ടുള്ള ഐറ്റംസ് ഡീകണ്ടാമിനേറ്റ് ചെയ്യും, അണുവിമുക്തമാക്കും. ഡീകണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അണുവിമുക്തമാക്കുക. എന്തുപയോഗിച്ച്? വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. അത് ചോദിക്കൂട്ടോ, എന്താണ് അവിടെ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ? എന്താണ്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ആരാ നോക്കിയേ? ആരാ ചെയ്യണേ? ഇൻ ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ, ഇറ്റ് സെൽഫ് കണ്ടോ സ്വന്തമായിട്ട് ബിഫോർ സെൻഡിങ് ടു CSST. അതാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഐറ്റം ആണോ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്ത് ചെയ്യും? ആദ്യം തന്നെ അവര് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് CSSTയിലേക്ക് അയക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ നേരെ ബ്ലഡ് ഉള്ള കത്തി സിസർ അങ്ങനെ തന്നെ കൊടുക്കുകയല്ലേ ചെയ്യണേ. എന്ത് ചെയ്യുന്നു? അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് CSSTയിലേക്ക് അയക്കുന്നത്. മനസ്സിലായോ? എന്ത് വെച്ചാണ് അവര് ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത്? ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് വെച്ചിട്ടാ? യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത്, ആ ഐറ്റംസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തുപയോഗിച്ചെന്നാ പറഞ്ഞത്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. ക്ലോറൈറ്റ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതൊന്ന് എന്ത് ചെയ്യുന്നു? അത് ഡീകണ്ടാമിനേറ്റ് ചെയ്യും, അണുവിമുക്തമാക്കുന്നു. അതിനുശേഷമാണ് അവര് CSSTയിലേക്ക് അയക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയി വരുന്നുണ്ടോ? എന്റെ കൂടെ പോലുണ്ടോ? റിസീവിംഗ് ഏരിയയിലാണോ? അപ്പൊ എല്ലാവരും നിൽക്കണേ. ഓക്കെ, അപ്പൊ അത്രയും ചെയ്തു. ഇനി എന്താ? The accepting area of the CSST should have an entry. ഈ accepting area എന്ന് പറഞ്ഞാലേ എന്താ? ഒരു ചെറിയൊരു എൻട്രി ഉണ്ട് കേട്ടോ. should have an entry to outside. പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ട്. through a window with a counter. ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ. അതാണ് അങ്ങനെ പുറത്തേക്ക് തുറന്നിരിക്കുന്ന. അല്ലാതെ മൊത്തം കയറേണ്ട ആവശ്യമില്ലോ. ഈ സംഭവം മാത്രം, ഈ ഐറ്റംസ് മാത്രം കൊടുത്താൽ പോരെ, അല്ലാതെ ആളുകൾ അങ്ങോട്ട് കയറുന്നൊന്നുമില്ലോ. അപ്പൊ അവിടെ ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ കൂടിയാണ് ഇത് കൊടുക്കുന്നത്, ആ CSST ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? It should have an entry to outside. പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ട്. അതായത് വലിയ ഡോറല്ല അവിടെ കൊടുത്തേക്കണം, ഒരു ചെറിയൊരു വിൻഡോയാണ്. വിത്ത് കൗണ്ടർ. ചെറിയ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മേടിക്കാൻ മാത്രമുള്ള ഒരു വിൻഡോ ഉണ്ട്, മൊത്തം ഓപ്പണിംഗ് അല്ല. അതിൽ കൂടിയാണ് ഐറ്റം ഈ CSSTയിലേക്ക് റിസീവ് ചെയ്യുന്നത്. The item should be contaminated and received. ഐറ്റം എന്ത് ചെയ്യുന്നു? item should be counted. കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ എണ്ണും, എത്ര എണ്ണം ഉണ്ട് എന്ന് അവര് കൗണ്ട് ചെയ്യും, എന്നിട്ട് റിസീവ് ചെയ്യും. മനസ്സിലായോ? എത്ര ഉണ്ട്, ഇപ്പൊ എത്ര ബോക്സ് ഉണ്ട്, അങ്ങനെ അവരൊന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യും, എന്നിട്ട് അത് റിസീവ് ചെയ്യും. സബ്സിക്വന്റ്ലി തുടർന്ന് എന്ത് ചെയ്യും? The instruments are examined. അതിനുശേഷം ഇൻസ്ട്രുമെന്റ്സ് പരിശോധിക്കാം. അവര് കൊണ്ടുപോകുന്നതില്ലേ, ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് പരിശോധിക്കും. ആൻഡ് അൺഷാർപ്പൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ സ്റ്റോർഡ് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്. അപ്പൊ അവര് കൊണ്ടുവരുന്ന ഐറ്റംസ് പരിശോധിക്കും. പരിശോധിച്ചിട്ട് അതിന് അൺഷാർപ്പൻഡ്, മൂർച്ചയില്ലാത്തതില്ലേ, അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല്ലോ. മൂർച്ച പോയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലാണ് മറ്റേ എന്തെങ്കിലും എന്താ പറയാ ചീത്തയായിട്ടുള്ളത്, വളഞ്ഞു പോയതോ മൂർച്ചയില്ലാത്തയോ അങ്ങനെ ഒടിഞ്ഞു പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? സോർട്ടഡ് ഔട്ട് ഓർ ഡിസ്പോസ്ഡ്. അത് കളയും. അത് വെറുതെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇനി ഉപയോഗിക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ആ റിസീവിംഗ് ഏരിയയിൽ നിന്ന് ആ കൗണ്ടറിൽ കൂടെ ഈ ഐറ്റംസ് റിസീവ് ചെയ്തിട്ട് ഒന്ന് കൗണ്ട് ചെയ്യും, റിസീവ് ചെയ്യും. എന്നിട്ട് അത് സ്വീകരിച്ചിട്ട് അവരൊന്ന് പരിശോധിക്കും, എക്സാമിൻ ചെയ്യും. എന്നിട്ട് പരിശോധിച്ചിട്ട് അൺഷാർപ്പൻഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ അത് അവര് ഡിസ്പോസ് ചെയ്യും. അത് വെറുതെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കളഞ്ഞേക്കും. നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ റെക്കോർഡ്. ഇപ്പൊ അവര് 10 എണ്ണം കൊണ്ടുവന്നു, അതിൽ ചിലപ്പോ 8 എണ്ണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, 2 എണ്ണം കളഞ്ഞു, ബാക്കി എത്ര എണ്ണം ഉണ്ട്? അപ്പൊ 2 എണ്ണം ഡിസ്പോസ് ആയി.
ഡിസ്പോസ് ചെയ്തു, നമ്മൾ കളഞ്ഞു. ബാക്കി 8 എണ്ണം എഴുതി വെക്കണ്ടേ? ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് 8 ഐറ്റം അങ്ങനെ എഴുതി വെക്കുക അവര്. കണ്ടോ? അതിന്റെ നോക്കിയേ, നെസസറി എൻട്രീസ്, ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു? എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ ദ റെക്കോർഡ്സ്, റെക്കോർഡിൽ എഴുതി വെക്കും. ക്ലിയർ ആയോ? എന്നിട്ട് തിരിച്ചു കൊടുക്കണ്ടേ നമുക്ക്, അല്ലേ? അല്ല വെറുതെ കുറച്ച് മേടിച്ചു വെച്ചാൽ പോരാ, നമ്മൾ കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യണം. അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ? അല്ലേ? തിരിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ മേടിച്ചാൽ കൊടുത്ത് മേടിച്ചിട്ടില്ലേ? നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യുന്നു? അവര് കറക്റ്റ് ആയിട്ട് എണ്ണി ഓരോ ഐറ്റമും ഇത്ര എണ്ണം എന്ന് ഉള്ളത് റെക്കോർഡാക്കി വെക്കും. ആഫ്റ്റർ ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫർ ടു ക്ലീനിങ് ഏരിയ. അണ്ടർലൈൻ ചെയ്തോ അത്? ആഫ്റ്റർ ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫർ ടു ക്ലീനിങ് ഏരിയ. എക്സാമിന് എങ്ങനെ ചോദിക്കാന്നറിയണ്ടേ? അതിൽ നിന്ന് ചോദിക്കുന്നത് ഇതിനകത്ത് ചോദിക്കാം. Then after receiving the item, then the items are transferred to dash area. റിസീവ് ചെയ്തതിനു ശേഷം ആ ഐറ്റംസ് ഏത് ഏരിയയിലേക്കാണ് കൊടുക്കുന്നത്? നെക്സ്റ്റ് ഏത് ഏരിയ? അതാ ഞാൻ പറഞ്ഞ ഓർഡർ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. റിസീവ് ചെയ്തതിനു ശേഷം the items are transferred to dash area. ഏതാണ്? ക്ലീൻ ഏരിയ. വെരി ഗുഡ്. ഏത് ഏരിയയിലേക്കാണ്? ക്ലീൻ ഏരിയയിലേക്കാണ് കൊടുക്കുന്നത്. ക്ലീൻ ചെയ്യാനുള്ള ഏരിയ അല്ലെ? ക്ലീനിങ് ഏരിയയിലേക്ക് കൊടുക്കും. റിസീവിംഗ് ഏരിയ മനസ്സിലായോ എല്ലാവർക്കും? എന്താ അവിടെ സംഭവം എന്നുള്ളത്? ആദ്യം ഐറ്റം വാങ്ങും, എന്നിട്ട് നമ്മൾ വാങ്ങിയതിനു ശേഷം, അതായത് എന്താ, അവരിപ്പം ഇതിനായി മുന്നേ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അവിടെ അവരൊന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് C60യിലേക്ക് അയക്കുന്നതെന്ന് പറഞ്ഞു. അവരത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? കൗണ്ട് ചെയ്തു, റിസീവ് ചെയ്തു. എന്നിട്ട് അവരൊന്നുകൂടി അത് എക്സാമിൻ ചെയ്യും. എന്നിട്ട് വല്ല മൂർച്ചയില്ലാത്തതോ അങ്ങനെയുള്ളത് അൺഷാർപ്പഡ് ആയിട്ടുള്ളതോ അല്ലെ, ഒടിഞ്ഞു പോയിട്ടുള്ളോ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് അവർ കളയും. അതിന് ബാക്കിയുള്ളതിന്റെ എണ്ണം റെക്കോർഡിൽ എഴുതി വെക്കും. അതിനുശേഷം അത്രയും കാര്യങ്ങൾ റിസീവിംഗ് ഏരിയയിൽ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഐറ്റം പോകുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങോട്ടാ? ക്ലീനിങ് ഏരിയയിലേക്ക്. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, ക്ലീനിങ് ഏരിയ. Here the instruments are cleaned either manually or by using machine. എങ്ങനെയാണ് ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമുക്ക് മാനുവലി എന്ന് പറഞ്ഞാൽ എന്താ? കൈ കൊണ്ട് ചെയ്യാം. ഉണ്ടോ? ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാ ക്ലീൻ ചെയ്യുന്നത്? മാനുവലി, കൈകൊണ്ട് ചെയ്യാം. ഓർ ബൈ യൂസിങ് മെഷീൻ, അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് തുണി നമുക്ക് കൈ കൊണ്ട് അലക്കാം, മെഷീനിൽ അലക്കാൻ വേണ്ടേ? അല്ലേ? മെഷീൻ ഇല്ലാത്തവര് കൈ കൊണ്ട് തന്നെ വാഷ് ചെയ്യും. ഇനി മെഷീൻ ഉള്ളവരാണെങ്കിൽ മെഷീനിലിട്ട് വാഷ് ചെയ്യും. അല്ലേ? അങ്ങനെയല്ലേ? ഇവിടെ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാ ക്ലീൻ ചെയ്യണം? ഒന്നില്ലെങ്കിൽ മാനുവലി കൈകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ മെഷീനും ഉപയോഗിക്കാം. ഫോർ മാനുവൽ വാഷിംഗ്, ഇനി കൈകൊണ്ട് അലക്കണേന് എന്തൊക്കെ വേണം? നിങ്ങൾ കൈകൊണ്ട് തുണി അലക്കണേന് എന്ത് വേണം? എന്തൊക്കെ വേണം? വാട്ടർ വേണ്ടേ? ഡിറ്റർജന്റ് വേണ്ടേ? അല്ലേ? ബ്രഷ് വേണം, സോപ്പ് വേണം, വാട്ടർ വേണം. ഉണ്ടോ? ഇതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് കൈകൊണ്ട് കഴുകുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നോക്കിയേ. ഫോർ മാനുവൽ വാഷിംഗ് വിത്ത് വാട്ടർ സപ്ലൈ, വെള്ളം വേണം, വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജന്റ് വേണം, ബക്കറ്റ് വേണം, ഫെസിലിറ്റി ഉണ്ട്. ശരിയാട്ടോ, ബക്കറ്റ് വേണം. നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കും അല്ലെ? ഡിറ്റർജന്റ്. ഇപ്പൊ ഇവിടെ എന്തൊക്കെ വേണം? ഫോർ മാനുവൽ വാഷിങ്ങിന് ഈ എക്യുപ്മെന്റ്സ് വാഷ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം? വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജന്റ് വേണം, ബ്രഷുകൾ വേണം. അതൊക്കെ എങ്ങനെയോ ഓഫ് മെനി സൈസസ് ആൻഡ് ഷേപ്പ്, പല വലുപ്പത്തിലും സൈസിലുമുള്ള ബ്രഷുകൾ വേണം. ആർ നീഡഡ് ഇൻ ദാറ്റ് ഏരിയ. ആ ഏരിയയിൽ ഈ സാധനങ്ങളൊക്കെ വേണം. വാട്ടർ സപ്ലൈ, ഡിറ്റർജൻസ്, പല ടൈപ്പിലും സൈസിലുമുള്ള ബ്രഷസ്. അതായത് ചില എക്യുപ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ കുഞ്ഞു ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കഴുകണ്ടേ? അപ്പൊ അതായത് ഷാർപ്പായിട്ടുള്ള ബ്രഷ് വേണം. അല്ലെ? വലുതാണെങ്കിൽ വലിയ ബ്രഷ്. അതാ പറഞ്ഞ പല സൈസിലും ഷേപ്പിലും ഉള്ളത്, ഉള്ളിൽ അതൊക്കെ കഴുകാൻ വേണ്ടിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അതും വേണം. ഇനി നോക്കിയേ, അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾ. അണ്ടർലൈൻ ചെയ്തേ. നിങ്ങളെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. മോഡലിനോ വെയിലൊക്കെ ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഈ നമ്മുടെ സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? അൾട്രാസോണിക് വാഷർ. അണ്ടർലൈൻ ചെയ്തിട്ടത്. Ultrasonic washer is a machine which is used for cleaning surgical tool. അപ്പൊ സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീന്റെ പേരെന്താ? ഏത് മെഷീൻ? അവിടെ ഇതിനകത്ത് വാഷിംഗ് മെഷീനൊക്കെ ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ.
അതൊന്നും എടുത്ത് എഴുതല്ല കേട്ടോ. നമ്മള് തുണി അലക്കണ വാഷിംഗ് മെഷീന്റെ ഓർമ്മ വെച്ച് എഴുതരുത്. നമ്മൾ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് മെഷീനാണ്? Ultrasonic washer ആണ്. Ultrasonic washer is a machine which is used for cleaning surgical tool. Then it turns. ഇവിടെ എന്താ ചെയ്യണെന്ന് അറിയോ? ഈ അൾട്രാസോണിക് വാഷിംഗ് മെഷീനില് വാഷറില് ultrasonic washer എന്താ ചെയ്യുന്നത്? It turns the high frequency sound waves into mechanical vibration. High frequency യിലുള്ള sound waves നെ vibrations ആക്കി മാറ്റുന്നത്. വൈബ്രേഷൻസ് ആക്കി, മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റുന്നു. അപ്പൊ വൈബ്രേറ്റ് ചെയ്യുമ്പോ എന്തുണ്ടാവും? സ്മോൾ ബബിൾസ് കേട്ടോ, ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാവും. നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോ കണ്ടിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന ഇങ്ങനെ എന്താ പറയാ അടിക്കുമ്പോഴല്ലേ അല്ലേ ആ തുണിയിലെ വഴുക്കൊക്കെ പോണത് അല്ലേ? അല്ലേ? അതുപോലെ ഇവിടെ നോക്കിയേ, അൾട്രാസോണിക് വാഷറിൽ എന്താ ചെയ്യുന്നത്? അവിടെ സൗണ്ട് വേവ്സിനെ, ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്, ശബ്ദ തരംഗങ്ങളെ വൈബ്രേഷൻ, മെക്കാനിക്കൽ വൈബ്രേഷൻ ആക്കി മാറ്റും. അപ്പൊ ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ബബിൾസ് ഉണ്ടാകും, ചെറിയ ചെറിയ കുമിളകളും ഉണ്ടാകും. അതെന്ത് ചെയ്യും? ദാറ്റ് ബേസ്റ്റ് ഓൺ ദ ഇന്റേണൽ സർഫസ് ഓഫ് ദ ടൂൾസ്. കണ്ടോ, ആ ടൂൾസിന്റെ സർഫസിൽ ഈ ബബിൾ ചെന്നിടിക്കും. എന്നിട്ടോ റിമൂവ് ദ വേസ്റ്റ് പാർട്ടിക്കിൾ. അങ്ങനെ വേസ്റ്റ് പാർട്ടിക്കിൾ റിമൂവ് ചെയ്യും. വാഷിംഗ് മെഷീനിലോ അങ്ങനെ തന്നെയല്ലേ നമ്മൾ തുണി അലക്കുമ്പോഴോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോഴല്ലേ ആ തുണിയിൽ അഴുക്ക് ഇങ്ങോട്ട് പോണത് അല്ലേ? അതുപോലെ ഇവിടെ എന്താണ് പറഞ്ഞത്? നമ്മള് സൗണ്ട് വേവ്സിനെ വൈബ്രേഷൻസ് ആക്കി മാറ്റും. അപ്പൊ വൈബ്രേഷൻ ഉണ്ടാകുമ്പോ എന്തുണ്ടാകും? ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാകും. ആ ബബിൾസ് ചെന്ന ഈ എക്യുപ്മെന്റിന്റെ സർഫസില്, ഉപരിതലത്തിൽ ചെന്ന് ഇടിക്കും. ആ ഇടിക്കുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ നിന്ന് വേസ്റ്റ് പാർട്ടിക്കിൾ റിമൂവ് ചെയ്യുന്നു. ഇനി ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ്, ഇനി ടൂൾസ് വാഷ് ചെയ്തു നമ്മൾ അങ്ങനെ അല്ലെ, ഒന്നില്ലെങ്കിൽ മാനുവലി വാഷ് ചെയ്തു, അല്ലെങ്കിൽ ഏതാണ് അൾട്രാസോണിക് നമ്മുടെ വാഷർ അല്ലെ, അൾട്രാസോണിക് വാഷർ ഉപയോഗിച്ച് വാഷ് ചെയ്തു. ഇനി വാഷ് ചെയ്തതിന് ശേഷം നോക്കിയേ, ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ്, ആ ടൂൾസ് വാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ദേ ആർ ഡ്രൈഡ് ഇൻ ആൻ ഓവൻ ഡ്രയർ. ഓവൻ ഡ്രയറിൽ വെച്ച് അത് ഉണക്കും. ആ എക്യുപ്മെന്റ്സ് ഉണക്കും. ആൻഡ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് ഏരിയ ഏതാന്ന് പറഞ്ഞേ? എന്നിട്ട് എങ്ങോട്ട് പോകും? അതാ പാക്കിംഗ്. വെരി ഗുഡ്. രശ്മി ഇട്ടിട്ടുണ്ട്, അനുഷ് ഇട്ടിട്ടുണ്ട്. ഏത് ഏരിയയിലേക്ക് പോണേ? പാക്കിംഗ് ഏരിയയിലേക്ക് പോകും. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ അവിടെ വാഷ് ചെയ്തു, വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തു, ഉണക്കി കഴിഞ്ഞിട്ട് അത് നെക്സ്റ്റ് പോകുന്നത് പാക്ക് ചെയ്യാനാണ്. അതായത് പാക്കിംഗ് ഏരിയയിലേക്ക് പോകും. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ദേ ആർ ഡ്രൈഡ് ഇൻ ഓവർ ഡ്രയർ ആൻഡ് ട്രാൻസ്ഫർഡ് ടു ഡാഷ് ഏരിയ. എന്നിട്ട് അവിടെ കൊടുക്കും റിസീവിംഗ് ഏരിയ, പാക്കിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്കറിയാലോ. പിന്നെ നമ്മൾ ഓപ്ഷൻ നോക്കണ്ട, കറക്റ്റ് ആൻസർ നമുക്കറിയാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാക്ക് ചെയ്യാനാണ് പോണത്. മനസ്സിലായോ? ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് ചെയ്യാൻ പോകും. ആദ്യം റിസീവ് ചെയ്തു, പിന്നെ ക്ലീൻ ചെയ്തു, പിന്നെ ഏതാ വന്നെ? പാക്കിംഗ്. ക്ലിയർ ആയില്ലേ? പാക്കിംഗ് ഏരിയയിലേക്ക് പോകും. ഇനി പാക്കിംഗ് ഏരിയയിൽ എന്താ സംഭവിക്കണേന്ന് നോക്കിയേ. and dried instruments are packed before sterilization. സ്റ്റെറിലൈസേഷന് മുന്നേ എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷന് മുന്നേ എന്ത് ചെയ്യുന്നു? അത് ആ ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ അത് പാക്ക് ചെയ്യുന്ന പറഞ്ഞേ. ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ്. ക്ലീൻ ആയിട്ടുള്ള ആ ഡ്രൈ ചെയ്ത ഉണങ്ങിയ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പാക്ക് ചെയ്യും. ബിഫോർ സ്റ്റെറിലൈസേഷൻ. എന്തിനു മുന്നേ പാക്ക് ചെയ്യണേ? സ്റ്റെറിലൈസേഷന് മുന്നേ. എന്താ റീസൺ? ആരെങ്കിലും ഒന്ന് പറയൂ. എന്തിനാണ് നമ്മൾ സ്റ്റെറിലൈസേഷന് മുന്നേ അത് പാക്ക് ചെയ്ത് വെക്കണേ? പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ അല്ല, സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് പാക്ക് ചെയ്താൽ പോരെ? എന്തിനാ പാക്ക് ചെയ്യാ? നമ്മൾ കൈ കൊണ്ട് തൊട്ടു. വെരി ഗുഡ് അല്ലേ? എന്താ പറയുന്നേ? നമ്മൾ ആദ്യം തന്നെ പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പാക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തൊടൂലേ വീണ്ടും? അപ്പൊ വീണ്ടും അതിലേക്ക് ഇൻഫെക്ഷൻ ആവാം. അപ്പൊ പിന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അതായത് സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് പാക്ക് ചെയ്യാൻ എടുക്കുമ്പോ വീണ്ടും ഇൻഫെക്ഷൻ ആവും അല്ലേ? അത് തന്നെയാണ്, വീണ്ടും ഇൻഫെക്ഷൻ ആവും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സ്റ്റെറിലൈസേഷൻ മുന്നേ എന്ത് ചെയ്യും? പാക്ക് ചെയ്യും. ക്ലിയർ ആയില്ലേ? അതങ്ങനെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Cleaned and dried instruments are packed before dash. എന്തിനു മുന്നേ? സ്റ്റെറിലൈസേഷന് മുന്നേ ആ ഇൻസ്ട്രുമെന്റ്സ് പാക്ക് ചെയ്യും.
so that they are not tainted while handling after they are sterilized. കണ്ടോ അവിടെ റീസൺ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാ, അതായത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻ ആവും, അതുകൊണ്ടാണ്. Most of the items are packed in trays. മിക്ക ഐറ്റംസ് എങ്ങനെയാ പാക്ക് ചെയ്യുന്ന ട്രേയിലാണ്, which are covered with a double layer of cotton clothes. എന്തിന്റെയാ, ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ് വെച്ചിട്ടാണ് കണ്ടോ അത് കവർ ചെയ്യുന്നത്. അതൊക്കെ പാക്ക് ചെയ്യണത്, ആ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പാക്ക് ചെയ്യണത് അല്ലെ, നമ്മൾ പറഞ്ഞു സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് മുന്നേ പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പാക്ക് ചെയ്യണത് എന്തുകൊണ്ടാ, മിക്ക ഐറ്റംസ് പാക്ക് ചെയ്യണത് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ്. പേപ്പർ എൻവലപ്പ്, എൻവലപ്പ് എന്ന് പറഞ്ഞ കവർ കേട്ടോ, പേപ്പർ കവറുകള് ഏതാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. They are also available. Effective but costly. Effective but costly. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എന്നാൽ കോസ്റ്റ്ലി ആവാൻ പാടില്ല, അങ്ങനെയുള്ളത്. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ആ ഇഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി എന്നുള്ളത് അവിടെ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചോട്ടോ, ക്ലോസ് ചെയ്തിട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ എഫക്റ്റീവ് ആൻഡ് കോസ്റ്റ്ലി കഴിഞ്ഞ ഒരു ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടോ. ഓക്കെ, പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ഇനി ETO സ്റ്റെറിലൈസേഷൻ അതിൽ പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാ കേട്ടോ ആദ്യം. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എഥിലീൻ ഓക്സൈഡ്, എഥിലീൻ ഓക്സൈഡ് മെഷീൻ ആണ് ETO എന്ന് പറയുന്നത്. എഥിലീൻ ഓക്സൈഡ് ആണ്, താഴെ ഉണ്ട് അവിടെ, അതൊന്ന് നോക്കിയാൽ മതി, താഴെ ഉണ്ട് എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO, എഥിലീൻ ഓക്സൈഡ് മെഷീൻ. അപ്പൊ അതായത് ഗ്യാസ് വഴിയാകുമ്പോഴേ അത് കവർ ചെയ്യാൻ പ്ലാസ്റ്റിക് ബാഗ്സ് മതിയെന്ന്, കുഴപ്പമില്ലല്ലോ. സ്റ്റീം വന്നാലല്ലേ അത് ഉരുകി പോവുള്ളൂ, പ്ലാസ്റ്റിക് ബാഗ് വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്യുന്ന പ്രശ്നം വരുള്ളൂ അല്ലെ. ഗ്യാസ് വഴിയാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നെങ്കിൽ അത് ആ മെറ്റീരിയൽസ് എന്തുകൊണ്ട് പൊതിഞ്ഞാൽ മതി, പ്ലാസ്റ്റിക് ബാഗ്സ് കൊണ്ട് പൊതിഞ്ഞാൽ മതി. പ്ലാസ്റ്റിക് ഐറ്റംസ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. പ്ലാസ്റ്റിക് ബാഗ് കേട്ടോ, പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. നോക്കിയേ, ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, പാക്കിങ്ങിന് ശേഷം സീലിംഗിന് ശേഷം ഇൻസ്ട്രുമെന്റ്സ് അവിടെ നിന്നിട്ട് അവിടെ സീൽ ചെയ്യും കേട്ടോ, സീലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് സീൽ ചെയ്യും, ആ ബാഗ് സീൽ ചെയ്യും. അതായത് എക്യുപ്മെന്റ്സ് എടുത്തു നമ്മൾ, ഒന്നില്ലെങ്കിൽ നമുക്ക് എന്താ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അവിടെ ഒന്നില്ലെങ്കിൽ പേപ്പർ എൻവലപ്പോ പേപ്പർ എൻവലപ്പോ അതൊക്കെ ചീത്തയാകാത്ത തരത്തിലുള്ള കേട്ടോ. സ്റ്റീം അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സോ വെച്ചിട്ട് കവർ ചെയ്യും. ഈ പ്ലാസ്റ്റിക് ബാഗ്സ് നമുക്ക് എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് ബാഗ്സ് ഉപയോഗിക്കാം, എന്നിട്ട് അവിടെ സീലിംഗ് മെഷീൻ ഉപയോഗിച്ച് അത് സീൽ ചെയ്യും. ഇതെല്ലാം സീൽ ചെയ്ത് പാക്ക് ചെയ്ത് സീൽ ചെയ്തതിനു ശേഷം കണ്ടോ, ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് ദി ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. പാക്കിംഗ് ചെയ്തു, സീലിംഗ് ചെയ്തു, ഇൻസ്ട്രുമെന്റ്സ് എങ്ങോട്ട് കൊണ്ടുപോയി, എങ്ങോട്ട് പോയേ, ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് ദി ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോയി. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? അതങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെച്ച ലാസ്റ്റ് സെന്റൻസ് ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ ഡാഷ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. അപ്പൊ എന്താ നമ്മൾ ഈ ഫങ്ഷണൽ ഏരിയയിൽ പറഞ്ഞത്? 6 ഫങ്ഷണൽ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. റിസീവ് ഒക്കെ ചെയ്ത് നമ്മൾ ഐറ്റം ഒക്കെ കൗണ്ട് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, എങ്ങോട്ട് പോകുന്നു, ക്ലീനിങ് ഏരിയയിലേക്ക് പോകുന്നു. അവിടെ മാനുവലിയോ അല്ലെങ്കിൽ അൾട്രാസോണിക് വാഷർ മെഷീനോ ഒക്കെ ഉപയോഗിച്ച് അവിടെ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്തു, ഓവർ ഡ്രയറിൽ ഡ്രൈ ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് പാക്കിംഗ് ഏരിയയിലേക്ക് പോകും. പാക്കിംഗ് ഏരിയയിൽ സ്റ്റെറിലൈസേഷന് മുന്നേ നമ്മൾ പാക്ക് ചെയ്യണം, അത് നിർബന്ധം. എന്താ, അല്ലെങ്കിൽ പിന്നെ ഇൻഫെക്ഷൻ ആവാം അല്ലെ, പിന്നെയും കൈകൊണ്ടെടുത്ത ഇൻഫെക്ഷൻ ആവാം. എന്നിട്ട് അപ്പൊ എന്ത് ചെയ്തു, സ്റ്റെറിലൈസേഷന് മുന്നേ അത് എന്ത് ചെയ്തു, പാക്ക് ചെയ്തു. പാക്ക് ചെയ്യണത് 2 തരത്തിൽ പറയുന്നുണ്ട് അല്ലെ. അതായത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സോ അല്ലെങ്കിൽ പേപ്പർ കവറുകൾ, പേപ്പർ എൻവലപ്സ് അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ചെയ്യാം. ഇനി നമുക്ക് ഏതാണോ അവിടെ ഫലപ്രദമായിട്ടുള്ള എന്നാൽ കോസ്റ്റ്ലി, ബട്ട് കോസ്റ്റ് നമുക്ക് അധികം എന്താ പറയാ വലിയ ഇതില്ലാത്ത രീതിയിൽ. കോസ്റ്റ്ലി എന്ന് പറഞ്ഞാലും
നമ്മളെ ഏകദേശം നമുക്കറിയാലോ ഫലപ്രദമായിട്ടും നല്ല ചീത്തയാവാത്ത രീതിയിലുള്ളത് എന്നുള്ളത് ആണ് ആ കോസ്റ്റ്ലി എന്ന് പറഞ്ഞേക്കുന്നത്. ഒരുപാട് വില മാത്രമല്ല നോക്കുന്നത്, അവിടെ കോസ്റ്റ്ലി എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് സ്റ്റീം അടിച്ച ചീത്തയാവരുത് അങ്ങനെ. ഇനി ETO സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ പാക്കിംഗ് കഴിഞ്ഞു, സീലിംഗ് കഴിഞ്ഞു, നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ്സിനെ എങ്ങോട്ട് കൊണ്ടുപോകും, സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി എന്താണ് സ്റ്റെറിലൈസേഷൻ ഏരിയ? സ്റ്റെറിലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് 2 മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. CSSTയില് സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡിലാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്നറിയോ? ഒന്നാമത്തെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ. സ്റ്റീം വഴി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം, അണുവിമുക്തമാക്കാം. ആ എക്യുപ്മെന്റ്സിൽ നിന്ന് ഒക്കെ ഇത് നമുക്ക് ഏതാണ് സ്റ്റീം വഴി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. അല്ലെങ്കിലോ രണ്ടാമത്തത് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, ഗ്യാസ് വഴിയും സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഓക്കെ, സ്റ്റീം വഴിയും ചെയ്യാം, ഗ്യാസ് വഴിയും ചെയ്യാം. ഇനി സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ ചെയ്യുന്നത് ഓട്ടോക്ലേവ്. കണ്ടോ, ഓട്ടോക്ലേവ്, AUTOCLAVES, ഓട്ടോക്ലേവ്സ് ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. അതുപോലെ തന്നെ നമുക്ക് നോക്കിയേ, ഫ്ലാഷ് സ്റ്റെറിലൈസറും ഏതാ സ്റ്റീം സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. ആദ്യത്തെ 2 എണ്ണവും ആദ്യത്തെ എയും സിയും സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആട്ടോ. ഓക്കെ, സ്റ്റീം വഴിയാണ് ചെയ്യുന്നത്. നടുക്കുള്ളതാണ് ഗ്യാസ് വഴി ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, സ്റ്റെറിലൈസേഷൻ ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഏത്? ഓട്ടോക്ലേവ്. അത്രയും മനസ്സിലാക്കി വെക്കാം. അത് പല തരമുണ്ട്. ഇതേ നോക്കി അവിടെ താഴെ ഒരു പടം കണ്ടോ, അതൊക്കെ പല ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണ്. കണ്ടോ, ടൈപ്സ് ഓഫ് ഓട്ടോക്ലേവ് ആണ്. ഏതൊക്കെയാണ് ഓട്ടോക്ലേവ് പലതരം പറഞ്ഞേക്കണേ, ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ് ഉണ്ട്, സിമ്പിൾ ഓട്ടോക്ലേവ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ്, സിമ്പിൾ ഓട്ടോക്ലേവ്, ഫ്ലാഷ് ഓട്ടോക്ലേവ്. കിട്ടിയോ? 3 എണ്ണം. അതിനകത്ത് കണ്ടോ, സിമ്പിൾ ഓട്ടോക്ലേവ് ഞാൻ പറഞ്ഞ കുക്കർ പോലെ ഇരിക്കുന്നുണ്ടോ? തോന്നുന്നുണ്ടോ കുക്കർ പോലെ? സിമ്പിൾ ഓട്ടോക്ലേവിന്റെ പടം കണ്ടിട്ട് അല്ലേ? അതല്ലേ, പല ടൈപ്പ് ഓട്ടോക്ലേവ്. ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ്, സിമ്പിൾ ഓട്ടോക്ലേവ്, ഫ്ലാഷ് ഓട്ടോക്ലേവ്. നോക്കിയേ അവിടെ ഓട്ടോക്ലേവ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ. സ്റ്റീം അണ്ടർ പ്രഷർ ഇൻ ദ മോസ്റ്റ് അഫോർഡബിൾ എന്ന് പറഞ്ഞത്, അഫോർഡബിൾ താങ്ങാവുന്നത്, കോസ്റ്റ് ഫ്രണ്ട്ലി. ഇതാണ് അഫോർഡബിൾ എന്ന് പറയുന്നത് കേട്ടോ. കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ആണ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അവിടെ ചോദിക്കാം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് ഏതാണ്? നമുക്ക് ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ് സ്റ്റെറിലൈസേഷനിൽ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ആണോ? എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഓട്ടോക്ലേവ്. അത് ഓർത്ത് വെക്കാം. എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് പ്രൊഡ്യൂസസ് സ്റ്റീം അറ്റ് ടെമ്പറേച്ചർ. ഒന്ന് നോട്ട് ചെയ്ത്, എത്രയാ? 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. നമ്മുടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി എത്ര ഡിഗ്രി വേണം? നമുക്ക് എത്ര ഡിഗ്രി വേണം വെള്ളം തിളയ്ക്കാനായിട്ട്? ബോയിൽ ചെയ്യാനായിട്ട് എത്ര വേണം? 100 മതി അല്ലെ? ഇവിടെ എത്ര ഡിഗ്രിയാന്ന് നോക്കിയേ, ഓട്ടോക്ലേവില് സ്റ്റീമാണ്, അതിൽ കൂടുതൽ വേണം അല്ലെ? 121 ഡിഗ്രി സെന്റിഗ്രേഡില് അണ്ടർ 15 പൗണ്ട്സ് ഓഫ് പ്രഷർ, 15 പൗണ്ട്. പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പൗണ്ട് വെയിറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആട്ടോ. പൗണ്ട് എന്ന് പറഞ്ഞാൽ വെയിറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ് മെഷർ. എത്ര വെയിറ്റില? 15 പൗണ്ട്സ് ഓഫ് പ്രഷറില് നമുക്ക് എത്ര സമയം വേണം നോക്കിയേ? 20 minutes is needed for sterilization. എത്ര മിനിറ്റ് മതി ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ? 20 മിനിറ്റ്. അതൊന്ന് നോക്കിയേ, 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 പൗണ്ട്സ് ഓഫ് പ്രഷറില് 20 മിനിറ്റ് കൊണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിയും. കണ്ടോ? അതാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവിൽ എന്ത് വഴിയാ ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ? സ്റ്റീം വഴിയാണോ ഗ്യാസ് വഴിയാണോ? ഏത് വഴിയാ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞേ? ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഏത് വഴിയാണ്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. എത്ര ഡിഗ്രിയില്? 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 പൗണ്ട്സ് ഓഫ് പ്രഷറില് 20 മിനിറ്റ്. എത്ര സമയം വേണം ഓട്ടോക്ലേവില്?
സ്റ്റെറിലൈസേഷൻ ചെയ്തെടുക്കാൻ? 20 മിനിറ്റ് അല്ലെ? 20 minutes ഈസ് നീഡഡ് ടു സ്റ്റെറിലൈസ്. ഇത് ഏറ്റവും അഫോർഡബിൾ മെത്തേഡ് ആണ്, അതുകൂടി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഏറ്റവും കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ആണ് ഇത്, ഈ ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങള് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും വായിച്ചു വെക്കുക. അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വായിക്കണം എന്ന് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞാണല്ലോ, എപ്പോഴും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇന്ന് തന്നെ വായിച്ചു വെക്കണം, നിർബന്ധമാണ് കേട്ടോ. ഇന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ വായിച്ചു വെക്കുക. അടുത്ത ക്ലാസ് അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ ക്ലാസ് എന്ന് വെച്ചാൽ ടൈം ടേബിൾ കിട്ടിയല്ലോ ഓൾറെഡി, അതിന്റെ തലേദിവസം ഒന്ന് നോക്കി വെച്ചാലും മതി കേട്ടോ. ഇന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചു വെക്കണം എല്ലാവരും. അപ്പൊ നമുക്ക് എക്സാം ഞാൻ പറഞ്ഞില്ലേ, നല്ല കൂളായിട്ട് കണ്ണു അടച്ചിരുന്ന എക്സാം എഴുതാം. അന്ന് പഠിച്ച അത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.